നമുക്കിവിടെ d1 d2 ഈക്വൽ ടു 216 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇനി നമുക്ക് 68 സെൻറ്റിമീറ്ററല്ല 68 മീറ്റർ. അത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പൈതഗോറസ് തിയറമാണ്. ഹായ്, ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഏരിയ ഓഫ് എ റോംബസ് ഈസ് 216 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് one of its diagonal is 24 centimeters. Compute the following measurements of this rhombus. ഇവിടെ ഒരു റോംബസിൻ്റെ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് 216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ, ഒരു വികരണത്തിൻ്റെ നീളം 24 സെൻറ്റിമീറ്റർ ആണ്. ഇനി താഴെ പറയുന്നവ കണ്ടുപിടിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ, രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് എ സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ്, ഒരു വശം കണ്ടുപിടിക്കുക. പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ്, അപ്പോൾ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, തമ്മിലുള്ള വശങ്ങൾ, എതിർവശങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ: ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു 216 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതുപോലെ ഒരു ഡയഗണൽ, നമുക്കതിനെ D1 എന്നെടുക്കാം. ഒരു ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് 24 സെൻറ്റിമീറ്റർ ആണ്, 24 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് മറ്റേ രണ്ടാമത്തെ ഡയഗണൽ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ മാത്രം കൊടുത്താൽ മതി. അതായത് ഇക്വേഷൻ നമുക്കറിയാം. ഏരിയയുടെ ഇക്വേഷൻ എന്താ? A is equal to 1/2 half into D1 D2. അതാണ് നമുക്ക് തന്നിട്ടുള്ളത് 216 എന്ന്. അപ്പോൾ നമുക്കിവിടെ D1 D2 ഈക്വൽ ടു 216 ഇൻറ്റു 2 എന്ന് എഴുതാം. നമുക്ക് D1 D2 ഈക്വൽ ടു 216 216 ഇൻറ്റു 2 എന്നറിയാം. അതുപോലെ ഇതിൽ ഒരു ഡയഗണൽ നമുക്ക് 24 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ അതിന് വാല്യൂ കൊടുക്കുക. 24 ഇൻറ്റു രണ്ടാമത്തെ ഡയഗണൽ D2 എന്ന് വിരിക്കാം. D2 ഈക്വൽ ടു 216 ഇൻറ്റു 2 ആണ്. അതുകൊണ്ട് D2 ഈക്വൽ ടു 216 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 24. അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഡിവിഷനായി 24. നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 12 കിട്ടി. ഈക്വൽ ടു 216 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത് ഓഫ് എ സൈഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു പടം വരച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു റോംബസ് വരച്ച് വെച്ചിട്ടുണ്ട്. ABCD എന്നതിന് പേരിട്ടു. അതിൻ്റെ മിഡ് പോയിന്റ് M ആണ്. ഇവിടെ നമുക്കൊരു സൈഡ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഡയഗണൽ ലെങ്ത് അറിയാം. ഒന്ന് 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി അവിടെ ഞാൻ IMC എന്നുള്ള ഭാഗത്ത് 12 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഡയഗണൽ നമുക്ക് 18 സെൻറ്റിമീറ്റർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ആ DM എന്നുള്ളത് 9 സെൻറ്റിമീറ്ററും എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേതെങ്കിലും ഒരു വശം കാണാൻ ഞാനിപ്പോൾ അവിടെ എഴുതി വെച്ചത് പ്രകാരം അവിടെ DMC എന്നതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, മട്ടത്രികോണമാണ്. കാരണം ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് 12 സെൻറ്റിമീറ്ററും ഹൈറ്റ് 9 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളാണ് നമുക്കവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്.
ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കർണം ഹൈപ്പോട്ടൻസ് ആണ് അവിടെ സി ഡി. ആ സി ഡി കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസറായി. അപ്പോൾ നമുക്കത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം അറിയാമെന്ന് വിചാരിക്കുന്നു. ഹൈപ്പോട്ടന്യൂസ് എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പുള്ള നമ്മളെ പല വീഡിയോസിൽ അതിലും ഇത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കണക്ക് പഠിക്കുമ്പോൾ ഈ പൈതഗോറസ് തിയറം. പ്രത്യേകിച്ചും ഏരിയ വോളിയം എന്നുള്ള കണക്കിൽ 8ാം ക്ലാസ്സിലും 9ലും 10ലും എല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് നമുക്ക് ഡി സി ആണ്. ഡി സി ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പോൾ ഡി സി അല്ലെങ്കിൽ സി ഡി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്കിവിടെ എന്തെടുക്കാം, ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അതിൻ്റെ സ്ക്വയർ, അതായത് എം സി സ്ക്വയർ പ്ലസ് എം ഡി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഡി സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 12 സ്ക്വയർ 144 പ്ലസ് 9 സ്ക്വയർ 81 ഈക്വൽ ടു റൂട്ട് ഓഫ് 225 ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എന്തായാലും 4 സൈഡും 15 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ പെരിമീറ്റർ. ഈ റോംബസിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. റോംബസിന് 4 വശങ്ങളാണുള്ളത്. 4 വശങ്ങളിലെ നീളങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ 4 ഇൻറ്റു ഒരു സൈഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. വളരെ എളുപ്പം. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു ഒരു സൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ, നമുക്ക് 15 സെൻറ്റിമീറ്റർ ആണ്. ഈക്വൽ ടു 15 ഈക്വൽ ടു 15 ഇൻറ്റു 4 60 60 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്ററും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ്സ്. ഇവിടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഒരു റോംബസ് ആണ് അല്ലെങ്കിൽ പാരലോഗ്രാമാണ്. അപ്പം റോംബസും ഒരു പാരലോഗ്രാം ആണെന്ന് ചിന്തിക്കണം. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഏരിയ ആണ്. ഏരിയ അറിയാം, നമുക്ക് സൈഡും അറിയാം. അപ്പം ഈ പാരലൽ സൈഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ആ പാരലൽ സൈഡ്സിൻ്റെ ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അപ്പോൾ നമ്മൾ പാരലോഗ്രാമിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ബേസ് ഇൻറ്റു ആ ഡിസ്റ്റൻസിന് ഹൈറ്റ് എന്ന് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ബേസ് നമുക്കറിയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ബേസ് ഒരു സൈഡ് നമുക്ക് 15 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ബേസിനെ 15 ഇൻറ്റു ഡിസ്റ്റൻസ് ഇവിടെ ഹൈറ്റാണ്. അല്ലെ നമുക്ക് ഹൈറ്റ് തന്നെ എഴുതാം, എച്ച്. അതല്ല നമുക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ള ഇക്വേഷൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് 216 ആണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 15. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള 15 റൈറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഡിവിഷനായി. ഈക്വൽ ടു ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് 14.4 എന്ന് കിട്ടുന്നു. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തെഴുതാം, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ സൈഡ്സ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു 14.4 14.4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 68 centimeter long rope is used to make a rhombus on the ground. The distance between a pair of opposite corners is 16 meters. The first question. What is the distance between the other two corners? Second question. What is the area of the ground
ബൗണ്ടഡ് ബൈ ദി റോപ്പ്. അപ്പോൾ ഒരു 68 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ ഉപയോഗിച്ചിട്ട്, ഒരു റോപ്പ് ഉപയോഗിച്ച് ഒരു റോംബസ് ഉണ്ടാക്കും. റോംബസ് ഉണ്ടാക്കുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് കോർണേഴ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് എതിർ മൂലകൾ തമ്മിലുള്ള, എന്ന് വെച്ചാൽ ഇതിന് ഡയഗണലാണെന്ന് നമുക്ക് ചിന്തിക്കാം. മൂലകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 മീറ്റർ ആണ്. അപ്പോൾ അടുത്ത 2 കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ മറ്റേ ഡയഗണൽ എന്നും വിചാരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ? ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യനിൽ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെ കോപ്പി ചെയ്തതാണ്. ആ ക്വസ്റ്റ്യനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം പെരിമീറ്റർ തന്നിരിക്കുന്നത്, അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്റർ എന്നാണ്. പക്ഷേ അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് കോർണേഴ്സിന് അവിടെ മീറ്റർ എന്നിട്ട് തന്നിട്ടുണ്ട്. അത് പ്രിൻ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം. അത് തന്നെ കോപ്പി ചെയ്താണ് ഞാൻ അവിടെ ചെയ്തത്. പക്ഷേ ഗ്രൗണ്ടിലാണ് ഈ നമ്മുടെ റോംബസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ അളവുകളും നമുക്ക് മീറ്ററിൽ എടുക്കാം. ഏതായാലും 68 സെൻറ്റിമീറ്റർ എടുത്തിട്ട് റോപ്പിൽ നമുക്ക് 16 മീറ്റർ കോർണർ ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. അത് ക്വസ്റ്റിൻ്റെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുമല്ലോ, ആണ്. അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും മീറ്ററിൽ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെരിമീറ്റർ 68 സെൻറ്റിമീറ്റർ അല്ല, 68 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 68 മീറ്റർ. ഇനി ഇപ്പോൾ നമുക്കൊരു സൈഡ് ഈസ് ഈക്വൽ ടു, പെരിമീറ്റർ 68 മീറ്റർ ആണ്. അതായത് റോംബസിന് 4 സൈഡാണുള്ളത്. 4 സൈഡ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. ഈ 68 ഡിവൈഡ് ബൈ 4 ചെയ്യുക, ഈക്വൽ ടു നമുക്ക് 17 മീറ്റർ എന്ന് കിട്ടും. അവിടെ ഞാൻ പടത്തിനകത്ത് 17 എഴുതി വെച്ചിട്ടുണ്ട്. അത് പടം ആദ്യം വരച്ച് വെച്ചാണ്, സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ വരച്ചപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ പെരിമീറ്റർ 68 മീറ്റർ ആണ്, ഒരു സൈഡ് 17 മീറ്റർ ആണ്. ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് കോർണേഴ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ഇതിൻ്റെ ഒരു ഡയഗണലായിരിക്കും എന്ന് വിചാരിക്കാമല്ലോ. കാരണം ഇവിടെ നമുക്ക് ഈ 2 കോർണർ എന്ന് വിചാരിക്കുക. ഈ കോർണറും ഈ കോർണർ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് നമുക്ക് 16 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് അതൊരു ഡയഗണലായിരിക്കും. ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഡയഗണൽ. അപ്പോൾ ഞാനതിനെ D1 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ D1 ഈസ് ഈക്വൽ ടു 16 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന അളവുകൾ ആ ഫിഗറിൽ നോക്കുക. ABCD എന്ന് നമ്മുടെ റോംബസിന് പേര് കൊടുത്തു. അതിൻ്റെ മിഡ് പോയിന്റ്, ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അതിന് M എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് AC പകുതി, അതായത് MC എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അതുപോലെ ഒരു സൈഡ് 17 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ CD ഈസ് ഈക്വൽ ടു 17 മീറ്റർ ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നു. ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ DM-ൻ്റെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ DM എന്നുള്ളത് ഒരു ഡയഗണലിൻ്റെ പകുതിയാണ്. അപ്പോൾ DM-ൻ്റെ നീളം കിട്ടിയാൽ നമുക്ക് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് DB-യുടെ നീളം അല്ലെങ്കിൽ BD-യുടെ നീളം നമുക്ക് കിട്ടി. അതാണ് മറ്റ് ഓപ്പോസിറ്റ് കോർണേഴ്സ്. അതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അതർ 2 കോർണേഴ്സ്? അപ്പോൾ 2 മറ്റ് കോർണേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് നമുക്കിവിടെ BD എന്ന ഡയഗണലിൻ്റെ ലെന്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് അതർ കോർണേഴ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് DM ഈസ് ഈക്വൽ ടു DM ഇവിടെ ഇതിൻ്റെ ഹൈറ്റാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലറാണ്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡാണ് എന്നൊക്കെ പറയാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ്
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ സി ഡി ആണ്. അപ്പോൾ സി ഡി സ്ക്വയർ മൈനസ് ഇവിടെ ബേസ് സി എം ആണ്, സി എം എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഡി എം കിട്ടാൻ വേണ്ടി, ഡി എം എന്നുള്ളത് ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ഡയഗണലിൻ്റെ പകുതി. ആ ഡി എം ഇവിടെ പൈതഗോറസ് തിയറം പ്രകാരം പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. അത് ഡി എം ഈക്വൽ ടു സി ഡി സ്ക്വയർ അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് സി എം സ്ക്വയർ അതായത് ബേസ് സ്ക്വയർ. അപ്പോൾ ഡി എം ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് നമുക്ക് വാല്യൂ കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് 17 ആണ്. അപ്പോൾ 17 സ്ക്വയർ മൈനസ് സി എമ്മിൻ്റെ വാല്യൂ 8 സ്ക്വയർ ഈക്വൽ ടു 17 സ്ക്വയർ 17 സ്ക്വയർ 289 സ്ക്വയർ റൂട്ട് ഓഫ് 289 മൈനസ് 8 സ്ക്വയർ 64 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 225 ഈക്വൽ ടു 15 മീറ്റർ തന്നെ നമുക്ക് യൂണിറ്റ് കൊടുക്കാം, 15 മീറ്റർ. അപ്പോൾ നമുക്ക് ഡി എമ്മിൻ്റെ വാല്യൂ ഒരു ഡയഗണലിൻ്റെ പകുതി നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടി. നമ്മുടെ സെക്കൻഡ് ഡയഗണൽ നമുക്ക് D2 എന്നെടുക്കാം. D2 ഇസ് ഈക്വൽ ടു ഈ ഡി എമ്മിൻ്റെ ഇരട്ടി, നമ്മുടെ ഈ ഡി ബി എന്നുള്ള സൈഡ്. അപ്പോൾ അത് D2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 ഈക്വൽ ടു 30. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അതർ 2 കോർണേഴ്സ് ഈക്വൽ ടു 30 മീറ്റർ. 30 മീറ്റർ ആണ്. ഇത് ക്വസ്റ്റനിൽ ആദ്യം സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ സെൻറ്റിമീറ്റർ ആയി പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മൾ മീറ്ററിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അതർ 2 കോർണേഴ്സ് നമുക്ക് 30 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ D1 ഫസ്റ്റ് ഡയഗണൽ, അതായത് ആദ്യം ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ആ ഡിസ്റ്റൻസ് 16 മീറ്റർ ആണ്. അപ്പോൾ ഡയഗണൽ D1 ഈസ് ഈക്വൽ ടു 16 മീറ്റർ എന്നും D2 ഈസ് ഈക്വൽ ടു നമുക്ക് 30 മീറ്റർ എന്നും കിട്ടി. ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ബൗണ്ടഡ് ബൈ ദ റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ, അപ്പോൾ ഇവിടെ റോംബസിൻ്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണ് നമുക്കറിയാം, ഈക്വൽ ടു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഹാഫ് ഇൻറ്റു D1 നമുക്ക് അറിയാം 16 ഇൻറ്റു D2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 30. 16ഉം 2ഉം വെട്ടി ഇവിടെ 8 കിട്ടുന്നു ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ആൻസർ 240. സൈഡ് മീറ്ററിലാണെന്ന് വിചാരിക്കുന്നപ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ക്വസ്റ്റിനകത്തും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ പലർക്കും ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച് വരുമ്പോൾ പലപ്പോഴും കാണുന്നത് ക്ലാസ്സിൽ പലർക്കും പൈതഗോറസ് തിയറം അറിയില്ല. പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിൽ തന്നെ നമുക്കൊരു 12 ഇക്വേഷൻ, സോളിഡ്സ് ചാപ്റ്ററിലെ ഏരിയയും വോളിയം കാണാൻ വേണ്ടിയിട്ട് 12 ഇക്വേഷൻ തന്നെ പൈതഗോറസ് തിയറം വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പൈതഗോറസ് തിയറം വളരെ എളുപ്പമാണ് പഠിക്കാൻ, എന്തായാലും അത് ഒഴിവാക്കരുത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പൈതഗോറസ് തിയറമാണ്. ഒരുപാട് ഇക്വേഷനുകൾ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് പൈതഗോറസ് തിയറം പഠിച്ചാൽ മതി. അപ്പോൾ പൈതഗോറസ് തിയറം പഠിക്കുക, പിന്നെ ഇവിടെ ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ ഈ 2നെയും 16നെയും കട്ട് ചെയ്തു, 8 കിട്ടി. അങ്ങനെയുള്ള പല ക്വസ്റ്റിനും പലർക്കും വിഷമമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ ബേസ് ക്ലിയർ ആക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ ഏരിയ എന്ന ചാപ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് വിഷമമായിട്ട് തോന്നിയാലും അതിൻ്റെ ഐഡിയ കിട്ടിയാൽ, ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലായാൽ, അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ മനസ്സിലായാൽ എല്ലാം ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ഫ്രാക്ഷൻസ് അറിയണം, അതുപോലെ പൈതഗോറസ് തിയറം അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഫ്രാക്ഷനും അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ്, അതിപ്പോൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് പഠിക്കുന്നേ ഉള്ളൂ, 7ൽ കുറച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്, ഫ്രാക്ഷൻ, അതുപോലെ പൈതഗോറസ് തിയറം തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ
കൃത്യമായി മനസ്സിലാക്കിയാൽ കണക്ക് ഒരിക്കലും ഒരു വിഷമമുള്ള വിഷയമാകില്ല. ഏറ്റവും എളുപ്പമായിരിക്കും, വളരെ ഇഷ്ടത്തോടെ കണക്ക് പിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പലർക്കും കണക്ക് വിഷമമാകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ ഒരുപാട് ലെന്തായിപ്പോൾ, അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇനി പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കണക്കുകളുണ്ട്. പിന്നെ ചാപ്റ്ററിലെ അടുത്ത കണക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.